കുഞ്ഞുങ്ങളെല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താണ്. ഇത് വളരെ വിലപ്പെട്ട സമയമാണ്. ഈ ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളോടുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്ത് നാളുകളായി നിന്ന് വാഴുന്ന അന്ധകാരങ്ങൾ, പൈശാചിക ശക്തികൾ, അതിൻ്റെ വാഴ്ചകൾ ഇന്ന് രാത്രി തകരുന്ന രാത്രിയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകിയ നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ളവന്റെ നാമത്തിൽ ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ പോരുകളെയും ഇന്ന് രാത്രി ഞാൻ ശാസിക്കുകയാ. In the name of Jesus. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ വിടുതൽ ഇതിനകത്ത് നടക്കട്ടെ. ദൈവ മഹത്വം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചാട്ടെ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. പിതാവേ, എന്നിൽ നിന്ന് നീക്കണമേ. പ്രാർത്ഥിച്ചു. അടുത്തത്, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി. മതി, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ പകലിൽ നമ്മൾ ഒന്നിച്ച് ധ്യാനിച്ച പഠിച്ച വിഷയം നിങ്ങൾക്ക് ഓർമ്മ കാണും. പ്രാർത്ഥന എന്നുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ തുടങ്ങി വെക്കുവാനിടയായത്. ഒരു വർഷം പഠിപ്പിച്ചാലും തീരാത്ത അതിഗഹനമായ ആഴമായ ഒരു സബ്ജക്റ്റാണ് പ്രാർത്ഥന എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ പങ്കെടുത്തവരാണ് മിക്കവാറും പ്രിയപ്പെട്ടവർ. ഞാൻ നോക്കിയിട്ട് സിസ്റ്റർ മാത്രമേ ഉള്ളെന്ന് തോന്നില്ല, പ്രിയപ്പെട്ടവർ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ആ മേഖലകളിലേക്ക് പോകുന്നില്ല. എങ്കിലും ഒരു ആമുഖം എന്ന വണ്ണം ഒന്ന് ഓർപ്പിച്ചിട്ട് ഇന്ന് രാത്രിയിൽ നമുക്കതിൻ്റെ തുടർമാനമായി ചിന്തിച്ചു പോകാം. ഞാൻ പറഞ്ഞത് ഓർമ്മ കാണും എന്ന് കരുതുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് സകലത്തിനും മാതൃക. ഒരു മാതൃക, ഒരേ ഒരു നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. ആദിമസഭ കൂടി വന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരുന്നു. പ്രാർത്ഥനയുടെ 2 വശങ്ങൾ ഞാൻ ഓർപ്പിക്കുവാനിടയായി. ഒന്ന്, നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2, നാം മറ്റുള്ളവർക്ക് വേണ്ടി. അവിടെ 2 ഉപമകളിലൂടെയാണ് കർത്താവ് അത് പഠിപ്പിച്ചത്. ലൂക്കോസ് 18-ലാണ് ഒന്നാമത്തെ ഉപമ, ലൂക്കോസ് 11-ലാണ് രണ്ടാമത്തെ. അവിടെ 5 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. അനീതിയുള്ള ന്യായാധിപന്റെ അടുക്കലാണ് വിധവ ചെന്നത്. നമ്മൾ നീതിയുള്ള ന്യായാധിപനായ ദൈവത്തിൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. 2, അവളുടെ കേസ് എടുത്തു പറയുവാൻ അവൾക്കൊരു, നമുക്ക് ജീസസ് യേശു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ വലതു ഭാഗത്തുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്. 2, പരിശുദ്ധാത്മാവുണ്ട്. 3, വിശുദ്ധന്മാരുടെ ഒരു വലിയ നിര തന്നെ, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം തന്നെ നമുക്ക് മുൻപിലുണ്ട്. 3-ാമത് ഞാൻ ഓർപ്പിച്ചു, അവൾക്ക് എടുത്ത് പറയുവാൻ ഒരു വാഗ്ദത്തം ഇല്ല. നമുക്കോ ആയിരക്കണക്കിന് പ്രോമിസ്, വാഗ്ദത്തങ്ങളുണ്ട്. നാം പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, വാഗ്ദത്തം എടുത്തു വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. 4-ാമത് ഞാൻ ഓർപ്പിച്ചു, അവൾക്ക് ന്യായാധിപനുമായി വ്യക്തിബന്ധങ്ങളൊന്നും ഇല്ല. നമുക്കോ
നമ്മുടെ കർത്താവുമായുള്ള വ്യക്തിബന്ധം അപ്പനും മകളും അപ്പനും മകനും എന്ന ബന്ധമാണ്. അഞ്ചാമത് ഞാൻ ഓർപ്പിച്ചു, അവൾക്ക് ന്യായാധിപന്റെ അടുക്കൽ ഏത് സമയം ചെല്ലാൻ പറ്റുകയില്ല. അതിന് പ്രത്യേക സ്ഥലം, സമയം, കാലം, കാലേ കൂട്ടിയുള്ള അപ്പോയിൻമെന്റ് വേണം. എന്നാൽ നമുക്കോ ഏത് സമയത്തും ഏത് നേരത്തും ന്യായാധിപനായ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാം. അവിടെ ഒടുവിൽ കർത്താവ് പറഞ്ഞു നിർത്തിയത്, ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി. ഓക്കെ, അവിടെ വിധവ ആവശ്യപ്പെടുന്നത് പ്രതിയോഗിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വശമാണ് നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ വശം ഞാൻ പറഞ്ഞു, ലൂക്കോസ് 11:3 സ്നേഹിതന്മാരുടെ ഉപമയാണ്. അവിടെ എന്താണ് നമ്മൾ പഠിച്ചത്? ആ സ്നേഹിതൻ അർദ്ധരാത്രിയിൽ തൻ്റെ സ്നേഹിതന്റെ അടുക്കൽ ചെന്നിട്ട് മുട്ടി വിളിച്ചു, 3 അപ്പം വായ്പ ചോദിച്ചു, 3 തടസ്സങ്ങൾ അകത്ത് നിന്ന്. പക്ഷെ അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക കൊണ്ട് അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് എന്ത് ചെയ്തു? വേണ്ടുന്നിടത്തോളം എന്ത് ചെയ്തു? കൊടുത്തു. അവൻ ആവശ്യപ്പെട്ടത് അവന് വേണ്ടിയല്ല, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, അവൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല. അവനെ സംബന്ധിക്കുന്ന ഒരാവശ്യമേ തൻ്റെ വീട്ടിൽ വന്നവൻ്റെ ആവശ്യമാണ്. നാം നമ്മെ തന്നെ മറന്ന് നാം മറ്റുള്ളവരുടെ വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തുവാനിടയാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഞാൻ ഒടുവിൽ പറഞ്ഞു നിർത്തിയത്, ആ സ്നേഹിതൻ തടസ്സങ്ങൾ പറയുമ്പോഴും ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ട് നിൽക്കുവാൻ കാരണം അകത്തു നിന്ന് തടസ്സങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കൽ പോലും അകത്ത് അപ്പമില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇത്രയും ഓർമ്മയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേ. വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം പ്ലീസ്. വന്നാട്ടെൻ്റെ കൂടെ, ഇനി ആരും വായിച്ചുകൊണ്ടിരിക്കേണ്ട. ആമേ, സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, പരസ്യവേലയിൽ തൻ്റെ കൂടെ ധാരാളം ആളുകളുണ്ട്, ധാരാളം ആളുകൾ. ഒരിക്കൽ പുരുഷന്മാരെ തന്നെ എണ്ണി നോക്കിയപ്പോൾ എത്ര പേരുണ്ട്? എത്ര ഉണ്ട്? 5000. പുരുഷന്മാർ എത്ര പേരുണ്ട്? 5000. എന്താന്ന് സ്ത്രീകളെ എണ്ണാഞ്ഞേ? എന്താ പിള്ളേരെ എണ്ണാഞ്ഞേ? അന്നും ഇന്നും ഈ 2 വർഗത്തെ എണ്ണാൻ പറ്റുകയില്ല. കാരണം ഇരിക്കുന്നിടത്ത് 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഗുണമുണ്ട്, ഞങ്ങൾ ഇരുന്നാലിരുന്നതാ. ഞങ്ങൾ അങ്ങനെ ഇരിക്കത്തില്ല. ഞങ്ങൾ ഇരുന്ന് കിട്ടിയാൽ ഒരല്ലേ ഓർക്കെ പറഞ്ഞാട്ട്. സ്തോത്രം. അപ്പോൾ വലിയ പുരുഷാരം യേശുവിന്റെ കൂടെ ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ പുരുഷാരത്തിന്റെ നടുവിൽ ഒരു സ്ത്രീ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ വരികയാണ്. കനാന്യ സ്ത്രീയാണ്. എന്താണ് അവളുടെ ആവശ്യം? തൻ്റെ കുഞ്ഞുമകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു. ശ്രദ്ധിക്കുക, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ട് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഈ സഹോദരി കുറെ നേരമായി നിലവിളിച്ചുകൊണ്ട് പുറകെ വരുന്നു. യേശു കേൾക്കുന്നേ. അതിൻ്റെ അർത്ഥം യേശു ചെകിട് കേൾക്കാത്ത പൊട്ടനാണോ? ബർത്തിമായുടെ നിലവിളി കേട്ടവനാണ് ആര്? ഹലോ. അതിൻ്റെ അർത്ഥം യേശുവിന് ചെവി കേൾക്കാം. പിന്നെ എന്താ യേശു ഈ സഹോദരിയുടെ നിലവിളിയിൽ ഒരക്ഷരം മിണ്ടാഞ്ഞത്? യേശു ക്രിസ്തുവിന്റെ മൗനത ഞാൻ അവിടെ കാണുകയാണ്. യേശു ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ സ്ത്രീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിലവിളിച്ചുകൊണ്ട് പിന്നാലെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് തന്നെ ഒരു അസ്വസ്ഥത. ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ റെക്കമെൻഡേഷനും കൊണ്ടുവന്നു. ഗുരു, എത്ര നേരമായി ആ പാവം സഹോദരി നിന്റെ പിന്നാലെ? ഒന്നുകിൽ യേസ് എന്ന് പറ, ഇല്ലെങ്കിൽ റെക്കമെൻഡേഷനും റിജക്റ്റ് ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ കാണാതെ പോയ എൻ്റെ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ. അപ്പോഴും ആര് നിലവിളിക്കുക? എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ യേശു ഒരു സമയം ആ നിലവിളിയിൽ എന്ത് ചെയ്തു?
മൗനമായി നിന്നു. ഒരു പ്രതികരണവുമില്ല. ഇങ്ങനെ അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ? ഞാൻ നിലവിളിച്ചിട്ടും നീ എനിക്ക് എന്ത് ചെയ്യുന്നില്ല? ഒട്ടും ഉത്തരം അരുളുന്നില്ല. 22-ാം സങ്കീർത്തനം. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആമേൻ, നമ്മുടെ പ്രാർത്ഥനയുടെയും നിലവിളിയുടെയും കഷ്ടതയുടെ ഒക്കെ നടുവിൽ പലപ്പോഴും മറുപടി കിട്ടാത്ത മൗനമായ ആമേൻ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ മൗനതയുടെ പിന്നിൽ ഒരു വലിയ വിടുതലുണ്ടെന്ന് ദൈവാത്മാവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ ശിഷ്യന്മാരുടെ റെക്കമെൻഡേഷനും റിജക്റ്റ് ചെയ്തു. അപ്പോഴും സഹോദരി നിലവിളിച്ചുകൊണ്ട് പിന്നാലെ വരികയാണ്. ഉടനെ ആ കർത്താവ് പറഞ്ഞ പദം ഭയങ്കരം ഹർട്ട് ചെയ്യുന്നതാണ്. സ്തോത്രം. മക്കളുടെ അപ്പം എടുത്ത്, അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കോ? പ്രസംഗത്തിൻ്റെ ഇടയിലെങ്ങാനും ഞാൻ അബദ്ധത്തിൽ, പിന്നെ എന്നോട് വിസിറ്റ് പാസ്റ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളുടെ പാസ്റ്ററേയും കൊണ്ട് പുള്ളി എന്നെ എന്ത് വിളിച്ചു? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരുത്തിനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, തൊട്ടെന്ത് ചെയ്യണം? കർത്താവ് ചെയ്ത പണിയുണ്ട്. ഒരു മനുഷ്യന്റെ കണ്ണിൽ ഇത്രയും ചേർത് തേച്ച് പിടിപ്പിക്കണം, എന്തോരം തുപ്പിക്കാണ്. ഈ തുപ്പലും ഈ ചേറെല്ലാം കൂടെ ഇവന്റെ കണ്ണിലോട്ട് തേച്ചിട്ട് പറഞ്ഞു, പോയി ശീലോകാം കുളത്തിൽ. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ആ കൗണ്ടിൽ പോലും നിൽക്കും. UK തന്നെ നമ്മൾ എന്ത് ചെയ്തേനെ? ഓസ്ട്രേലിയക്ക് അങ്ങനെ. അവൻ ശാസിച്ചാലും അവൻ ശിക്ഷിച്ചാലും അവന്റെ കുളിര് സഹിച്ചു നിൽക്കുന്നവരാരോ, അവസാനത്തോളം ആര് സഹിച്ചു നിൽക്കുന്നുവോ അവർ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. കർത്താവ് പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക്, ഞാനോ നിങ്ങളോ ആണെങ്കിൽ പിന്നെ നിലവിളിച്ചോണ്ട് പുറകെ എന്ത് ചെയ്യത്തില്ല, ഒരു നിമിഷം വരത്തില്ല. പക്ഷേ ആ സഹോദരി പറഞ്ഞൊരു വേട് കേട്ടോ, യജമാനനെ, ആ മക്കള് മേശമേൽ തിന്നുമ്പോൾ, അവര് പിച്ചിപ്പറിക്കുമ്പോൾ താഴെ വീഴുന്ന ആ അപ്പത്തിന്റെ കഷണം, ഒരു കഷണം മതി, ഒരു തരി മതി, നായ്ക്കുട്ടിയും മേശമേൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ട്. നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? ഒട്ടനെ ഇവളിത് പറഞ്ഞു തീർന്നതുമല്ല, കർത്താവ് പ്രഖ്യാപിക്കുക, ഇസ്രായേലിൽ ഇതുപോലൊരു വിശ്വാസം ഞാൻ. എന്താ അതിന്റെ മർമ്മം എന്നറിയാമോ? ഇന്ന് രാത്രി അത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറണം. പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതാണ്. ആമേൻ. അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? അവൾ പുറജാതി സ്ത്രീയാണ്. യേശു ലോകത്തിലേക്ക് വന്നത് തന്റെ സ്വന്തക്കാരുടെ അടുക്കലേക്കാണ്, അഥവാ യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നത്. കാണാതെ പോയവരെയാണ്, ആ യഹൂദനെ തേടിയാണ് വന്നത്. ആമേ, സ്വന്തത്തിലേക്കാണ് വന്നത്, മക്കളുടെ അടുക്കലേക്കാണ് വന്നത്. കർത്താവ് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ, അപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇറങ്ങി വന്നത്. ആരുടെ? യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി. എന്നാൽ അവർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ കാൽവറിയുടെ കുലക്കളത്തിൽ ഇവരെല്ലാം കൂടെ പിച്ചിപ്പറിച്ചു. ആമേ. പക്ഷേ ആ കാൽവറിയുടെ കുലക്കളത്തിൽ നിന്ന് തെറിച്ചു വീണ ഒരു ബ്രോക്കണാണ് ജാതികളായ നമുക്ക് രക്ഷയ്ക്ക് കാരണമായി മാറിയത്, വിടുതലായി മാറിയത്. ആ വെളിപ്പാടാണ് അവിടെ അകത്ത് കയറിയത്. അല്പം കൂടെ കഴിയുമ്പോൾ നിന്റെ മക്കൾ കാൽവറിയിൽ ആ മേശപ്പുറത്ത് നിന്നെ എന്ത് ചെയ്യും? പിച്ചിപ്പറിക്കും. അവിടെ നിന്ന് തെറിച്ചു വീഴുന്ന ആ ബ്ലഡിന്റെ, ആ അപ്പത്തിന്റെ ഒരംശം മതി ഒരു യോഗ്യതയില്ലാത്ത പുറജാതിയായിരിക്കുന്ന എനിക്ക് ആമേ വിടുതൽ കിട്ടുവാ. നിങ്ങളുടെ അകത്ത് ഈ വചനം കയറിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. കയറിയാൽ നിങ്ങൾ ഇങ്ങനെ അല്ല പ്രതികരിക്കുന്നത്. മക്കളെ, ഇവിടെ യഹൂദന്മാരായി അവരുടെ മക്കളായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്ന് കൈപൊക്കിയാട്ടെ. യഹൂദന്മാരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ട്? കൈപൊക്കിയാ ഞാൻ ചോദിക്കും, ഏത് ഗോത്രത്തിലെയാണ്? മക്കളെ, യഹൂദൻ ഒഴികെ സകലരും ആരാ മോനെ? ജന്റയിൽ ജാതികളാ.
ഒരു യോഗ്യതയില്ലാതിരുന്ന പുറംപറമ്പിൽ കിടന്ന ഇസ്രായേൽ പൗരത്വമില്ലാതെ കിടന്ന വാഗ്ദത്തങ്ങൾക്ക് അന്യരായി കിടന്ന പ്രകൃതിയാൽ ജാതികളായി കോപപാത്രങ്ങളായി കിടന്ന പിശാചിന്റെ മക്കളായി കിടന്ന നിത്യ നരകത്തിലേക്ക് നിബന്ധിച്ചു പോയ എന്നെയും നിന്നെയും വിടുവിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്റെ ചോദ്യം, കർത്താവ് ഒരു വേള മൗനമായിരുന്നു. ഒരു വേള ശിഷ്യന്മാർ പറഞ്ഞതിനെ കർത്താവ് റിജക്ട് ചെയ്തു. മൂന്നാമത് ഇൻസൾട്ട് ചെയ്തു. അപ്പൊ അവിടുത്തെ ആർക്ക് കൊടുക്കുകയില്ല. ദൈവദാസനെ, നമ്മൾ ആരെങ്കിലും പിന്നെ നിലവിളിച്ചോണ്ട് പുറകെ വരുമോ? പക്ഷെ അവള് പുറകെ നിലവിളിച്ചോണ്ട് വന്നതിന്റെ രഹസ്യം ഞാൻ പറയാം. ആ വായിൽ നിന്ന് ഒരിക്കൽ പോലും മകൾക്ക് വിടുതലില്ലെന്നൊരു വാക്ക് പുറപ്പെട്ടിട്ടില്ല. കാരണം അവന്റെ മക്കൾ വിടുതലുണ്ട്. അല്പം വൈകിയാലും നിനക്കുള്ള വിടുതൽ വരുന്നുണ്ട്. നിന്റെ കുടുംബത്തിന്റെ രക്ഷ വരുന്നുണ്ട്. നിന്റെ ആവശ്യങ്ങളുടെ മേൽ, നിന്റെ വിടുതലിന്റെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്ന രാത്രിയാ. ഈ അപ്പം നിനക്ക് രോഗസൗഖ്യത്തിനുള്ള അപ്പമാ. ഇന്ന് രാത്രി അപ്പം നീ മുറുകെ പിടിക്കുക, കയറി പിടിക്ക്. കാൽവരിയുടെ കുലക്കളത്തിൽ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുകയാ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുകയാ. സർജറി കൂടാതെ മെഡിക്കൽ സയൻസ് അത്ഭുതപ്പെടുന്ന ഒരു വിടുതൽ ഇന്ന് രാത്രി പകരാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യം അപ്പത്തെ കാണിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ അപ്പം നിങ്ങൾക്ക് എന്താ ആവശ്യമായിട്ടായിരിക്കുന്നത്? നിങ്ങളുടെ ഭൗമിക ആവശ്യമാണോ? ആ അപ്പത്തിനകത്തുണ്ട്. സൗഖ്യമാണോ? അതിനകത്തുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രോബ്ലമാണോ? ആത്മീയ ജീവനാണോ? ഇതിനകത്തുണ്ട്. കർത്താവ് എന്നെ തിന്നുന്നവൻ എൻ മൂലം. ഇന്ന് രാത്രി ആത്മീയ ജീവനാണോ? ഈ അപ്പം അതിനകത്തുണ്ട്. ഞാൻ ആ ഭാഗം വിടുകയാ. ഈ സഹോദരി നിലവിളിച്ചുകൊണ്ട് പുറകെ വരാൻ കാരണം ഒരിക്കൽ പോലും ആ വായിൽ നിന്ന് സൗഖ്യമില്ലെന്ന്, വിടുതലില്ലെന്ന് കർത്താവ് ഒരു വാക്കും. മക്കളെ, അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അല്പം വൈകിയാലും നിനക്കുള്ള വിടുതൽ വരും. നിന്റെ സൗഖ്യം വരും. നിന്റെ ആവശ്യങ്ങളിൽ അവൻ കൈ നീട്ടും. നിന്റെ ആവശ്യങ്ങളിൽ അവനൊരു വാക്ക് കൽപ്പിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്തവനെ ആരാധിക്കാം. മടങ്ങി വരട്ടെ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക്, നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു വിട്ടതാ. അന്വേഷിപ്പീൻ, മുട്ടുവീൻ. നിങ്ങൾ വീട്ടിൽ പോരുന്ന് വായിച്ചാൽ മതി. ഒരു സൈഡിൽ 3 കൽപ്പനകൾ എഴുതിയിരിക്കുന്നു. യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. മുട്ടാമോ എന്നല്ല, കൽപ്പനയാ. മുട്ടുവീൻ. യാചിക്കാമോ എന്നല്ല, യാചിപ്പീൻ. അന്വേഷിക്കാമോ എന്നല്ല, അന്വേഷിപ്പീൻ. അപ്പോൾ 3 കൽപ്പന ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് 3 വാഗ്ദത്തം ഇപ്പുറത്ത് കിടക്കുക. എന്തൊക്കെയാ? യാചിക്കുന്ന ഏവനും ലഭിക്കും. പ്രോമിസാ, ലഭിക്കും. പിന്നെ മുട്ടുന്നവന് തുറന്നു വരും. പിന്നെ അന്വേഷിക്കുന്നവന്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, കൽപ്പന മാത്രമല്ല, അതിന്റെ പുറകിൽ പ്രോമിസൂടുണ്ട്. ഒരു വാഗ്ദത്തം കൂടെ അതിന്റെ പുറകിൽ കിടപ്പുണ്ട്. ഇവിടെ കർത്താവ് പറയാണ്, മക്കളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണേ. എന്ത് സിമ്പിളായിട്ടാ യേശുവിന്റെ ആ ഗിരിപ്രഭാഷണം. ശ്രദ്ധിച്ചേ. നിങ്ങൾ ആരെങ്കിലും ഒരു അപ്പന്റെ അടുക്കൽ മകൻ വന്നിട്ട് ചോദിക്കുക, അപ്പാ എനിക്ക് അപ്പം വേണം. എന്താ ചോദിച്ചത്? ബ്രെഡ്, അപ്പമാ. ഉടനെ അപ്പം പറയാം, മോനെ അപ്പമില്ലടാ, അപ്പത്തെ പോലെ ഇരിക്കുന്ന കല്ല്, സ്റ്റോണുണ്ട്, കൊടുക്കുവോ? സ്വത്രം. വേറൊരു കുഞ്ഞ് വന്നിട്ട് ചോദിക്കുക, അപ്പാ എനിക്ക് എഗ്ഗ് വേണം, മുട്ട വേണം. ഉടനെ അപ്പം പറയാം, മോനെ മുട്ടയില്ലടാ, മുട്ടയ്ക്ക് പകരം തേളിനെ തരാം. തേളന്റെ ഇംഗ്ലീഷ് എന്തോ മക്കളെ? പിടികിട്ടിയല്ലോ മക്കളെ? സ്തോത്രം. തേളിനെ തരാം. വേറൊരു മോൻ്റെ അടുക്കെ വന്നിട്ട് മോൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഒന്നിച്ചാ പ്രസംഗിക്കുന്നത്. സ്തോത്രം. അപ്പാ എനിക്ക് ഫിഷ് വേണം. എന്ത് വേണം? ഫിഷ്.
ഉടനെ അപ്പം പറയാം ഫിഷ് ഇല്ല. ഫിഷിന്റെ രൂപത്തിലുള്ള സ്നേഹിക്കിനെ ഏതെങ്കിലും ഒരു അപ്പം പറയൂ. എന്താ ഇതിന്റെ അർത്ഥം മക്കളെ? എന്താ ഇതിന്റെ മർമ്മം? എന്താ തിരിച്ചു കേട്ടോ. ഒരു സൈഡിൽ 3 കാര്യം എന്തൊക്കെയാണ്? ഓല, അപ്പം, മുട്ട. ഒന്നുകൂടെ പറഞ്ഞേ. ഇപ്പുറത്ത് നേരെ വരയിട്ടിട്ടെന്ന് പറഞ്ഞ് കല്ല്. അപ്പം ചോദിച്ചതെന്താ? അപ്പം. ഇട്ടതെന്താ? ഇതൊക്കെ മണിക്കൂറുകൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് മക്കളെ. എൻ്റെ അപ്പൻ ഒരിക്കലും അപ്പത്തിന് പകരം കല്ലും കൊണ്ട് വരുന്നവൻ അല്ല. പക്ഷെ വേറൊരു പുള്ളി ഉണ്ട്. എൻ്റെ വിശപ്പറിഞ്ഞ് തള്ളക്ക് ഇത്ര സ്നേഹം വരത്തില്ല. ശ്രദ്ധിച്ച്, 40 ദിവസമായി ഉപവസിക്കുന്നു, വെള്ളം പോലും എന്ത് ചെയ്യുന്നില്ല. നമ്മളൊക്കെ 4 മണിക്കൂർ ഇരുന്നാൽ 4 ലിറ്റർ പാല് തീർക്കും. സ്തോത്രം. 40 ദിവസം കർത്താവ് ഉപവസിക്കുമ്പം വെള്ളം കൊണ്ടൊന്നും അല്ല പോയത്. 40 ദിവസം ജലപാനീയം ഇല്ലാതെ കർത്താവ് എന്ത് ചെയ്യുക? ഉപവസിച്ച് ഇറങ്ങി വന്നപ്പം മറ്റേ പുള്ളി എന്ത് ചെയ്യുന്നു? വന്നിട്ട് പറഞ്ഞു, നിനക്ക് നന്നാ. അപ്പൊ എന്റെ ചോദ്യം, യേശുവിന്റെ വിശപ്പ് എങ്ങനെ ഈ പുള്ളി അറിഞ്ഞു? ഇവിടെ ശ്രദ്ധിച്ചേ, യഥാർത്ഥ കർത്താവ്, നമ്മുടെ നല്ല സ്നേഹിതൻ, നമ്മുടെ വിശപ്പ് അറിയുന്നത് പോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് പിശാച്. നമ്മുടെ മോളുടെ ഏറ്റവും ഇൻട്രസ്റ്റ് വിഷയം ഏതാണെന്ന് ആർക്കറിയാം? എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് വിഷയം ഏതാന്ന്? അത് അവൻ ചായച്ചു തരും, കുഴപ്പമൊന്നുമില്ലെന്ന്. ഇപ്പം ഈ മുറിക്കകത്തൊന്നും ആരും കാണുന്നു. UK-യും കേരളവും തമ്മിൽ എത്ര കിലോമീറ്റർ? പിന്നെ ഒരു പ്രശ്നവും ഇല്ലെന്നേ. വണങ്ങരുത്. സ്തോത്രം. അവസരത്തിനൊത്ത് അവൻ എന്ത് ചെയ്യും മക്കളെ? ഏതിനോടാണോ കൂടുതൽ താല്പര്യം, ഇൻട്രസ്റ്റ് എന്താണോ, അതിനെന്ത് ചെയ്യും? അവസരങ്ങള്. നിങ്ങൾ ഇവിടെങ്ങും ഇല്ലെന്ന് തോന്നുന്നു. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അത്ര ഇപ്പൊ പറയുന്നുള്ളൂ, സമയമില്ലാത്തത് കൊണ്ട്. വിവേചിക്കാൻ കൃപയുള്ളവരൊക്കെ വിവേചിച്ചോ. ഏതിനോടാണോ എനിക്ക് കൂടുതൽ താല്പര്യം, എന്റെ ഹൃദയത്തിന്റെ ചായ്വ് ഏതിനോടാണോ, അതിനുള്ള അവസരം ഈ രാജ്യത്ത് ശത്രു ഒരുക്കി തരും കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഭാര്യ കാണത്തില്ല, ഭർത്താവ് കാണത്തില്ല, മക്കൾ കാണത്തില്ല, വിശ്വാസികൾ കാണത്തില്ല, പാസ്റ്റർ കാണത്തില്ല, ലോകത്തിൽ ഒരു മനുഷ്യനും അറിയത്തില്ല. ആമേ, നീ പിശാചും മാത്രം ആമേ ചായച്ചു തരുന്ന അവസരം. പക്ഷേ ഇത് കാണുന്ന ഒരു ദൈവമുണ്ടെന്ന്. സ്തോത്രം. മക്കളെ, യോസേപ്പിനെ പോലെ വെളിപ്പാട് പ്രാപിക്കണം. ഈ മഹാപാപം ചെയ്ത് ഞാൻ എൻ്റെ ദൈവത്തോട്, അവിടെ ദൈവം ഇരിപ്പുണ്ടോ? യോസേപ്പിന് മനസ്സിലായി, ഇവിടെ തേജോമയനായ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള 4 ഭിത്തിക്കകത്ത് മിസ്സസ് പൊത്തീഫറും ജോസഫും മാത്രമേ ഉള്ളൂ. പക്ഷേ ആമേനകത്ത് ദർശനമുള്ളവന് അവര് മാത്രമല്ല, തേജോമയനായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ കണ്ടു. മക്കളെ, ആ ഒരു വെളിപ്പാടാണ് ഈ വഷളത്വം നിറഞ്ഞ രാജ്യത്ത് നിന്നെ വിശുദ്ധിയോടെ നിർത്താൻ കൃപ ലഭിക്കുന്നത്. സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? അപ്പത്തിന്റെ രൂപത്തിലുള്ള കല്ലും പൊക്കിക്കൊണ്ട്, ശ്രദ്ധിച്ച്, അപ്പത്തിന്റെ രൂപത്തിലുള്ള കല്ലും അവൻ ഭയങ്കര ന്യായങ്ങൾ പറയും. ആ പാസ്റ്റർ മോൻ അങ്ങനെ ആയിരുന്നല്ലോ, ഈ പാസ്റ്റർ മോൾ ഇങ്ങനെ ആയിരുന്നല്ലോ, ആ പാസ്റ്റർ ഇങ്ങനെ ആയിരുന്നല്ലോ, പിന്നെ ഇയാൾ മാത്രമേ ഒരു വിശുദ്ധൻ. എന്തെല്ലാം ന്യായങ്ങൾ. ഇപ്പോഴത്തെ പിള്ളേരുടെ പരിപാടി ഏതാ?
സ്തോത്രം. വീണ 10 എണ്ണത്തിന്റെ പേരെന്ത് ചെയ്യും മക്കളെ? അപ്പോഴേ ഓർത്തോണം മറ്റവന്റെ പണിയായി. നീ വീണവനെ അല്ല ഫോളോ ചെയ്യുന്നത്, നിൽക്കുന്നവനെയാ ഫോളോ ചെയ്യുന്നത്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നിനക്ക് ചുറ്റുമുള്ളത് കൊണ്ട് മുറുകെ പറ്റുന്ന സകല പാപവും ഭാരവും വിട്ട് ആമേ വിരുദിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഓടാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവചന ശബ്ദമായി ദൂത് പറയുകയാ. ആമേൻ. ഈ പാമ്പ് തല കൊണ്ട് ആക്രമിക്കുന്ന സാധനം തേളോ എല്ലാം ഇതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. ചിരിച്ചു കാണിക്കുകയും ചെയ്യും, അടി കൂടെ പണിയുകയും ചെയ്യും. 1.5 മാസത്തേക്ക് പിന്നെ മേലുകീഴ് നിന്നെന്ത് ചെയ്യണം? ഉപദേശി അല്ല 17mm ചിരി ചിരിച്ചിട്ട് അടി കൂടെ പണിതിട്ട് പൊക്കളെ. നാളെ എല്ലാരും വരുമോ? ബാക്കി നാളെ പറ. പിന്നെ നമുക്ക് മനസ്സിലാകുന്ന ഇവിടെ ഇവനായിരുന്നു നമുക്കിട്ട് പണിതിട്ട്. ശ്രദ്ധിച്ചോ എന്താ കർത്താവ് ഇത് പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം? അപ്പം, ഒട്ട, മീന് പറഞ്ഞ മക്കളെ. ശ്രദ്ധിച്ചേ, കല്ല് പോയിട്ട് ഒരു ചെറിയ നമ്മുടെ പണ്ട് റേഷനരി മേടിച്ച കാലം ഓർമ്മയുണ്ടോ? അരിയേക്കാൾ കൂടുതൽ എന്താ നമ്മുടെ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പം മുഴുവൻ ബസ്മതി തിന്നുന്ന പരുവത്തിലാണ്. വന്ന വഴിയൊന്നും മറക്കരുത് കേട്ടോ. എന്റെ ദൈവമേ, എന്റെ പാവം അമ്മ 1.5 മണിക്കൂറിട്ട് ഞാൻ ഈ ചെയ്യുന്ന കണ്ടിട്ട് അവസാനം സ്തോത്രം അരിയേക്കാൾ കൂടുതൽ എന്താ? ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ എണ്ണത്തിനും അപ്പൻഡിക്സിന്റെ ഓപ്പറേഷനാ. ചിലപ്പോൾ ഇതിനകത്ത് ഓപ്പറേഷൻ കഴിച്ചുള്ളിൽ കാണും. കാരണം കല്ല്, മുള്ള, മുടി മുഴുവൻ സാധനം ചെന്ന് കയറുന്ന. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ, എന്താ കർത്താവ് ഇത് പഠിപ്പിച്ചെന്നറിയാമോ? ഇവിടെ ശ്രദ്ധിക്കണേ, അപ്പം, പൊട്ട, മീന് സമീകൃത ആഹാരമാണ് മക്കളെ. മനുഷ്യന്റെ നിലനിൽപ്പിന്, ജീവന് ആവശ്യമായ അത്യാവശ്യ ഘടകമാണ്, പ്രോട്ടീനാണ്. എന്ത്? ബ്രെഡ്, മുട്ട. ഇപ്പുറത്തോ ഇതിലേതെങ്കിലും ഒരെണ്ണം കയറിയാൽ മതി, തീരുവപ്പോഴേ. മനുഷ്യന്റെ ജീവന് അപായമുള്ള സാധനമാണ് കല്ല്, പാമ്പ്. എന്താ കർത്താവ് ഇത് പഠിപ്പിച്ചെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോണം. എന്റെ നിത്യതയ്ക്ക് തടസ്സം വരുന്നതൊന്നും, എന്റെ സ്വർഗം നഷ്ടപ്പെടുന്നതൊന്നും എന്റെ കർത്താവ് എനിക്ക് തരത്തില്ലെന്നാ പറഞ്ഞതിന്റെ ആശയം. സ്തോത്രം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളാണ് കൊടുപ്പാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം. കുഞ്ഞേ, നിനക്ക് വലുത് ഈ ഭൂമിയിലെ ജീവിതമല്ല, നിനക്ക് വലുത് നിത്യതയാണ്. സ്തോത്രം. വിഷമം തോന്നരുത്. ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ആരോ മോള് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു 2 വർഷത്തിലധികമായി. 2 2.5 3 അതിൽ കൂടുതൽ സീനിയോറിറ്റി ഉള്ളവരുണ്ടോ? കണ്ടേക്കാം, കൈപൊക്കണ്ട. സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമില്ല, കാരണം ഇപ്പം നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. സ്തോത്രം. ഈ വണ്ടിയെ കയറി ഇരിക്കുമ്പോൾ തന്നെ സഹോദരിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കൗണ്ടി ടാക്സ് അറിയാം, കൗൺസിൽ ടാക്സ്, മറ്റേ ടാക്സ്. അടുത്ത ഉദ്ദേശം ഒന്നും പ്രതീക്ഷിക്കണ്ടെന്നായി പറയുന്നത്. ഞങ്ങൾ നേരെ നിന്നിട്ട് കൊടുക്കും. ഇപ്പൊ കൊടുക്കാത്തത് ഈ അന്നേരം കൊടുക്കുവോ? സ്വത്രം. പോട്ടെ, എന്റെ ഇടയ്ക്ക് കയറി വന്നതാ. മക്കളെ, ഈ കുറെ കൂടെ കഴിയുമ്പോഴേ ശമ്പളം വർദ്ധിക്കും, സാഹചര്യം മാറും. നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പറ്റാത്ത ലക്ഷറി കാറുകൾ വരും, ലക്ഷറി വീടുകൾ വരും, ലക്ഷറി ജീവിത ശൈലികൾ വരും. പക്ഷേ ഇതുകൊണ്ട് ഇവിടം കൊണ്ട് തീരരുത്. നിങ്ങൾക്ക് വലുത് നിത്യതയാണ്, നിങ്ങൾക്ക് വലുത് സ്വർഗമാണ്. സ്തോത്രം, സ്തോത്രം. മക്കളെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം എൻ്റെ നിത്യത തടസ്സപ്പെടുത്തുന്നതാണെങ്കിൽ
ദൈവം ചിലപ്പോൾ മനഃപൂർവ്വം നോയെന്ന് അതായി പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവേ, പ്രിൻസ് രാജകുമാരനെ പോലെ എന്നെ UK മോനെ അവന്റെ കാര്യം തന്നെ ആഗോതി. മക്കളെ, ഇവിടുത്തെ ധനാഢ്യരാകുന്നതിലൊന്നും എനിക്ക് അസൂയയില്ല. ദൈവം എത്രത്തോളം തരുന്നു അത്രത്തോളം നിങ്ങൾ സ്തോത്രം പറഞ്ഞ് മേടിച്ചോണം. പക്ഷെ എന്ത് നന്മ അനുഭവിക്കുമ്പോഴും ആദരം തുറന്ന് ദൈവത്തെ ആരാധിച്ചോണം. എൻ്റെ ദൈവമേ, ഇത്രത്തോളം വരുവാൻ അടിയൻ എന്തുള്ളൂ, അടിയന്റെ ഗ്രഹം എന്തുള്ളൂ. ഒരു വടിയുമായി ഓർത്താൻ കടന്നവനാണ്. പ്രിയ കുഞ്ഞിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ആമേൻ, അർഹിക്കാത്ത നന്മകൾ, ആമേ, വഴികൾ ദൈവം തുറന്നു. ആമേ, ദൈവം തുറന്നു. ഹല്ലേലൂയ. ആമേ, തന്റെ വിദ്യാഭ്യാസത്തിൽ ഉപരിയായി ആമേ ശ്രേഷ്ഠന്മാരുടെ നിരയിൽ ദൈവം കൊണ്ടുവന്നു. ഇന്ന് രാത്രി ആദരം തുറന്ന് ആത്മാവിൽ ദൈവത്തോട് പറ, എൻ്റെ ദൈവമേ, ആമേൻ, അടിയനെ ഓർക്കാൻ അടിയൻ എന്തുള്ളൂ. രാത്രി നമ്മുടെ കണ്ണുകൾ നിറയണം. പ്രത്യേകിച്ച് നേഴ്സുമാരെല്ലാം ഇടങ്ങരുത്. നിങ്ങൾക്ക് ആ ശമ്പളം കൂടുതൽ അഹങ്കരിക്കരുത്. മനസ്സിലെന്തരുത്. കൂടെ പഠിച്ചവർ ഇപ്പോഴും കേരളത്തിൽ 1000 രൂപയ്ക്ക് 4000 രൂപയ്ക്ക് വരുമ്പോൾ താഴ്മ ഒരു ഹൃദയം, അനുതാപമുള്ള ഒരു ഹൃദയം, നിറകണ്ണുകളോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഹൃദയം ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവേ, അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഒരു നേരമെങ്കിലും ദൈവദാസൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. മടങ്ങി വരട്ടെ. ശ്രദ്ധിച്ചേ, നമുക്ക് നിത്യത നഷ്ടപ്പെടുന്നതൊന്നും കർത്താവ് എന്ത് ചെയ്യത്തില്ല. പറഞ്ഞേ മക്കളെ, കാരണം ദൈവത്തിന്റെ പ്രോഗ്രാം നമ്മളെ എവിടെ എത്തിക്കാമെന്നുള്ളതാ. വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന്. നിങ്ങൾക്ക് വചനം അറിയാമോ? യൂദായുടെ ലേഖനത്തിൽ വാക്യം ഞാൻ പറഞ്ഞു, 24-ാം വാക്യം. വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധി. അപ്പം നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താ മോളെ? തൻ്റെ മഹിമാസന്നിധിയിൽ നമ്മൾ ചെല്ലണം. ഇവിടുത്തെ ഷോയല്ല, ഇവിടുത്തെ ഷോയല്ല. തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്താൻ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അവരുടെ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമുക്ക് മടങ്ങി വരാം. കുറെ ഭാഗം ഞാൻ കട്ട് ചെയ്യാം. നാളെ ചർച്ചിൽ ആരാധനയ്ക്ക് വേറെ സബ്ജക്റ്റും വേറെ വിഷയവും. ഇനി ഞാൻ വരും. പൗലോസ് പറഞ്ഞ പോലെ എന്നെ വേഗത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതിന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുമോ മോളെ? ഞാൻ ബൈബിളിലെ വാക്യം പറഞ്ഞു. കാരണം പ്രസംഗിച്ച് പൊതിർന്നില്ല. 3 മാസം ഓഫീസിലെ സഹിച്ചാനൊക്കെ നമ്മുടെ ചങ്ക എത്ര വർഷങ്ങളാ. 17 വയസ്സുള്ള ഒരു ബാലകനായിട്ട് ഞാൻ കുമ്പനാടി സ്തോത്രം. രാജു മേത്ര എന്ന് പറയുന്ന ആ വലിയ പുള്ളിയുടെ തണലിലിരുന്ന 3 കൊല്ലം ഉറങ്ങി. പുള്ളി 1ാമത്, ഞാൻ 2ാമത്. ഫസ്റ്റ് ബെഞ്ചേൽ വലിയ മനുഷ്യന്റെ തണലിലിരുന്ന് എന്ത് ചെയ്തു? തമ്പുരാൻ തന്ന കൃപയാ ഇവിടെ നിൽക്കുന്നത്. ദൈവം നടത്തിയ വഴികൾ ഓർത്ത് ഞാൻ നന്ദി പറയുക. വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അല്ല. സ്തോത്രം. ഞങ്ങളൊരു പുഴയ്ക്ക് അക്കരെ ഇക്കരയാണ്. വേഗം തലവടി ഞാൻ നിറണം. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ, ആ തോട്ടടിയിൽ നിന്ന് വട്ടടിയിലോട്ട് വെള്ളക്കകത്ത് ഓർമ്മ, വെള്ളക്കകത്ത് നിങ്ങളാരും ഓർമ്മയുണ്ട്? നിങ്ങൾക്ക് ഞാൻ പറ്റും പറഞ്ഞു, ഈ പ്ലാവല മടക്കി കുത്തിയിട്ട് വെള്ളക്കാ കയറ്റിട്ടുണ്ട്. കയറ് ജനിച്ചപ്പോഴേ ബെൻസയിലാണ്.
ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോകും. കണ്ണു പറ യോഗ്യത. ഈ പുസ്തകം ചുമന്നതിന്റെ നന്മ മാത്രമേ ഉള്ളൂ. നമ്മുടെ മാതാപിതാക്കൾ ക്രൂശ് വഹിച്ചതിന്റെ നന്മ മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും പുകഴാനില്ല കേട്ടോ. സ്തോത്രം. ശ്രദ്ധിച്ചേ, അവൻ പതിവ് പോലെ, ഇനി നമ്മുടെ ആ വിഷയം കൂടെ ഒന്ന് തൊട്ടിട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്ക് മക്കളെ. പതിവ് പോലെ ഇപ്പം കർത്താവിനെ ഇവർ വാച്ച് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ പകല് മുഴുവൻ ഭയങ്കര മിറക്കിൾ ക്രൂസൈഡ് നടക്കും. ഉടന്തൻ എഴുന്നേൽക്കുന്നു, ചെകിടൻ, അന്ധൻ, രോഗി, മരിച്ചവർ. ശിഷ്യന്മാർ ഇവനെ ഫോളോ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പകൽ ഈ മിനിസ്ട്രി നടക്കാൻ കാരണം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. മക്കളെ, പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ ഇതെല്ലാം ജീവിതത്തെ സംഭവിക്കും. അത്ഭുതത്തിന്റെ പുറകെ എന്ത് ചെയ്യണ്ട, പോകണ്ട. പ്രാർത്ഥിക്കാൻ ഒരു മുറി ഉണ്ടെങ്കിൽ ആ മുറിക്കകത്ത് അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാൻ രണ്ട് കാലുണ്ടെങ്കിൽ, ആമേൻ, നിറയാൻ രണ്ട് കണ്ണുകളുണ്ടെങ്കിൽ, ആമേൻ, നിലവിളിക്കാൻ ഒരു സ്വരം തൊണ്ടക്കുഴിയിലുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന മോൻ മുരിയാടുകാരനാ. മുരിയാട് തന്നെ എൻ്റെ ചർച്ചിലെ വിശ്വാസികളുണ്ട്. അവിടെ നിന്ന് എൻ്റെ ചർച്ചിലേക്ക് ഒരു 4-5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എൻ്റെ ഇരിങ്ങാലക്കുടയിലെ ആദ്യത്തെ വിശ്വാസി കൺമണി ആരാന്നറിയാം? മാപ്രാണത്ത്. മോനറിയാം മാപ്രാണം? സ്തോത്രം. അവിടെ അമ്പലത്തിൽ വാളെടുത്ത് വെളിച്ചപ്പാട് തുള്ളിയ ചന്ദ്രന. വീടിൻ്റെ തൊട്ടതിരമ്പലമാ. 7 വർഷം വാളെടുത്ത് തുള്ളി 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 അവസാനം കിട്ടിയത് മെന്റൽ രോഗം, മദ്യപാനം, പുകവലി. സ്തോത്രം. അവസാനം വാള് വെച്ച് അവിടുന്ന് ഇറങ്ങി. മക്കളെ, എൻ്റെ വിശ്വാസി ഒരു കുടുംബമുണ്ട്, അന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ചന്ദ്രേട്ടനോട് പറഞ്ഞു, ചന്ദ്രേട്ടാ, പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്റർ ഇവിടെ ഉണ്ട്, വന്നാൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇതുപോലൊരു പുൽപ്പ, ഈ പായല്ല, പുൽപ്പ. പുല്ലുവ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പച്ച ചുമല, എഴുന്നേൽക്കുമ്പോൾ കളറ് പടരുന്ന. ഇതൊക്കെ ഓർക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓർക്കാമെങ്കിൽ നമ്മുടെ അഹങ്കാരം കുറച്ച് മാറും. ഈ ചന്ദ്രനെ ഇരുത്തി ഞാൻ വട്ടത്തിൽ, ഞാനും എൻ്റെ ഭാര്യയും ഈ വന്ന ജോസ് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ കൈവെക്കാൻ ഒരു പ്രേരണ. തലയിൽ കൈവച്ചു. ചന്ദ്രൻ വാളെടുത്ത് പോകാൻ തുടങ്ങി. സത്യം പറ, ഇത് ഇളകുവന്നോ തുള്ളുവന്നോ വല്ല മുന്നറിയിപ്പുണ്ടായിരുന്ന കൈവെക്ക്. ചാടാനും അലറാനും തുള്ളാനും തുടങ്ങി. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ജനലും കഥവെല്ലാം അടച്ചോളാൻ പറഞ്ഞു. രാത്രിക്ക് രാത്രി കെട്ടും കിടക്കെടുത്ത് ഇറങ്ങേണ്ടി വരും. റെസിഡൻസ് ഏരിയയാണ്, വാടക വീടാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഹലറിക്കരഞ്ഞു. മുൻപരിചയങ്ങളൊന്നുമില്ല. പണ്ടാരണ്ട് പറഞ്ഞ പോലെ സൈക്കിളെ കയറാൻ അറിയാം, ഇറങ്ങാൻ അറിയത്തില്ല. കൈവച്ചപ്പോൾ ഇളകി. ഇനി നിർത്താൻ അന്ന് ദൈവം എന്നെ പഠിപ്പിച്ചൊരു ഷോർട്ട് പ്രെയർ ഉണ്ട്, വേണേ നിങ്ങൾക്ക് പഠിക്കാം. കർത്താവെ ലജ്ജിപ്പിക്കരുതേ. വാക്ക് സർവശക്തിയും സംഭരിച്ച് ചന്ദ്രന്റെ തോളേലെ തൊട്ടു. തലേ തൊടാനുള്ള ധൈര്യമില്ല. വാഴ വെട്ടിയിടുന്നത് പോലെ താഴോട്ട് വീണു. അവിടെ കിടന്ന എണ്ണം പറഞ്ഞ് സകല ഭൂതവും ഇറങ്ങിപ്പോയി. ഇന്നും സഭയ്ക്കകത്ത് ചന്ദ്രേട്ടനുണ്ട്. ചന്ദ്രേട്ടൻ വന്നാലും അറിയാം, വന്നില്ലെങ്കിലും അറിയാം. ചിലര് വന്നാലും അറിയത്തില്ല, പോയാലും അറിയത്തില്ല. ചന്ദ്രൻ ആരാധനയ്ക്കകത്തിരുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ 1.5 ടൺ വെയിറ്റാ. കാരണം അധികം ഇളച്ചു കിട്ടിയവൻ അധികം സന്തോഷിക്കുമെന്ന ഈ പുസ്തകം പറയുന്നത്. ഇന്ന് രാത്രിയിൽ അതരങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ തുറക്കപ്പെടട്ടെ. വിടുതൽ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. കൊണ്ടുവന്ന വഴികൾ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഉടമാരകാതരാജനാരകാതരാജന ചുടാമമാനകാതരാജൻ ഷൈഡാരക അതുനാരകാരക ഷൈഡമനരകജസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ മേലൊരു അഭിഷേകം പകരണമേ. ഈ കുഞ്ഞുങ്ങളുടെ മേലൊരു അഭിഷേകം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവേ, ഇന്ന് രാത്രി അഭിഷേകത്തിന് ഒരു സ്ഥലം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മാസത്തിന്റെ 1-ാം തീയതി 2-ാം തീയതി ആകുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരും. ഈ മാസം എൻ്റെ മോൻ പാസ്റ്റർക്കാ വന്നത്. പാസ്റ്റർ ഇപ്പോൾ എവിടെയാ? ഞാൻ പറയും ഞാൻ വീട്ടിലുണ്ട്. എന്നാൽ ഇന്ന ബാങ്കിൻ്റെ വാതിക്കലോട്ടൊന്ന് വരാം. അവനെ രാത്രിയും പകലും ഒക്കെ ആയിട്ട് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യും. പ്രായമുള്ള ആളാണ്. ഞാനിങ്ങോട്ട് പോരുന്ന മാസവും ഞാൻ ചെന്ന് കൈ കൊടുത്താൽ ഉടനെ കൈക്കകത്ത് ചുരുട്ടി വെക്കും. മോളെ, ഈ മാസം ഞാൻ പോരുന്ന മാസം ഞാൻ ചോദിക്കാം, സെക്യൂരിറ്റിക്ക് ഇത്ര ശമ്പളമുണ്ട്? അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററേ ഇതെന്റെ ശമ്പളമാണ്, ഇതെന്റെ ഓഹരിയ. എന്താ നിനക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഇത്ര പിശുക്ക്? എന്തിനായിട്ട് തിരുമ്പുന്നേ? ആമേൻ, നിന്നെ വിടുവിച്ചത് ആമേൻ അത്ര വലിയ വിടുതലാണെങ്കിൽ ഒരു കണ്ണിനും ദയയില്ലാതെ കിടന്നപ്പോൾ, ആരാലും വിടുവിക്കപ്പെടുവാൻ കഴിയാതെ കിടന്നപ്പോൾ, ആമേൻ നിന്റെ സ്ഥിതി മാറ്റിയ ദൈവത്തെ, ആമേൻ നിന്റെ ധനം കൊണ്ടും നിന്റെ സകല ആമേൻ ആദ്യഫലം കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. സ്തോത്രം. നിന്റെ ദാരിദ്ര്യം മാറണോ മോളെ? നിന്റെ ദാരിദ്ര്യം മാറണോ? സഹോദര, നിന്റെ ദാരിദ്ര്യം മാറണോ? കർത്താവിന് വേണ്ടി കൊടുക്കാൻ പഠിക്കണം. കൊടുത്ത അനുഗ്രഹം പ്രാപിച്ചവനാ ഞാൻ. അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ വിചാരിക്കും ഇപ്പം മനസ്സിൽ പറയും ഈ പുള്ളി എനിക്ക് വേണ്ട. ഇനി എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ലോൺ സംഭാഷണം ചെയ്യും. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയും. നിങ്ങളുടെ അനുഗ്രഹം. ഇത് ലൈവ് പോകുന്നതുകൊണ്ടാണ് ഞാൻ അല്ല കുറെ കൂടെ പറഞ്ഞേനെ. സ്തോത്രം. ധനവാന്മാർ ധനസമൃദ്ധി നിട്ടപ്പോൾ വിധവ തന്റെ അഹോവൃത്തി മുഴുവൻ, 1 വർഷത്തെ അഹോവൃത്തി മുഴുവൻ എന്ത് ചെയ്തു? ഉടനെ കർത്താവിന്റെ കാതിൽ ആ കിലുക്കം ചെന്നു. കണ്ണുകൊണ്ട് കണ്ടു വിളിച്ചു പറഞ്ഞു, ആമേൻ, ഇവിടെ എല്ലാവരേക്കാൾ അധികം എന്ത് ചെയ്തിരിക്കുന്നു? സ്തോത്രം. സ്വർഗം പ്രശംസിക്കാൻ ഇടവരട്ടെ. ഞാൻ പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചു. അനുഗ്രഹത്തിനുള്ള വഴിയായി പറഞ്ഞു തരുന്നേ. ഇതെന്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടിക്കലാക്കിയപ്പോഴാ എൻ്റെ സ്ഥിതി മാറാൻ തുടങ്ങിയത്. കാരണം ഉപദേശിമാർക്ക് മേടിച്ചുള്ള എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ. പക്ഷെ ഒരിക്കൽ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ നോക്കാൻ പറഞ്ഞു. ഞാൻ വീണ് കിടന്ന് കരഞ്ഞു സിസ്റ്ററെ. ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. ഞാൻ പിന്നീട് മനസ്സിലായി ഇത് എഴുതണ്ട, ഓഹരി വേർതിരിക്കാൻ തുടങ്ങി. ദൈവം എൻ്റെ തലമുറയെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അതിന് അസൂയ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. സ്വോത്ര TM മാത്യു ദരിദ്രനാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നയാ പൈസ വേണ്ട കേട്ടോ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഞാൻ ദൂത് പറയാം, എൻ്റെ ദൈവ സമ്പന്നനാണ്. എൻ്റെ ദൈവ സമ്പന്നനാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തുരത്ത് വേണ്ട ക്രിസ്തുവേശുവിൽ പൂർണ്ണമായവ തീർത്തു തരും. കരങ്ങളെ തട്ടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക ശക്തിയോടെ. ചൂടാരാബാലാബ ശാന്താരാബാലാബ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. പ്രാർത്ഥിക്കാനായിട്ട് എന്ത് ചെയ്തു? ഒലിവുമലയിലേക്ക്. ഇനി മക്കളെ വായിക്കാൻ സമയമില്ല, കുറിച്ചെടുത്തോ. യോഹന്നാൻ 7:53 8:1. യോഹന്നാൻ 7:53 8:1. വളരെ അടിവരയിട്ട് ചിന്തിക്കേണ്ട 2 വാക്യമാണ്. ഓരോരുത്തൻ താൻ്റെ ശ്രദ്ധിച്ചേ. അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് മക്കളെ പകല് മുഴുവൻ അപ്പം തിന്നവരും, ഹലോ, സൗഖ്യം കിട്ടിയവരും, വിടുതൽ അനുഭവിച്ചവരും ഓരോരുത്തൻ എങ്ങോട്ട് പോയി? അപ്പൊ അവർക്ക് പോകാൻ എന്തുണ്ട്? യേശുവിന് പോകാൻ 8:1. യേശുവോ? കാരണം അവന് തല ചായ്പാൻ ഇടമില്ല. യേശു എങ്ങോട്ട് പോയി മോളെ? ബൈബിളിലെ വാക്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. ദാവീദ് തൻ്റെ കൂടെ ഉള്ളവരും ഗഹ്വരങ്ങളിലേക്ക് പോയപ്പോൾ, ഹലോ ശൗൽ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ കൊട്ടാരത്തിലേക്ക് പോയി. 1 ശമൂവേൽ 24:22 ഞാനീ പറഞ്ഞത്. 1 ശമൂവേൽ 24:22. സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആഹാബ് രാജാവ്
ഭക്ഷിച്ച് പാനം ചെയ്യാൻ കൊട്ടാരത്തിലേക്ക് പോയി. ഏലിയാവോ പ്രാർത്ഥിക്കാൻ കർമ്മേലിലേക്ക്. ഇത് ഭയങ്കര ഡെലിവറസ് ഇന്ന് രാത്രി നടക്കേണ്ടതാണ്. ഇത് പിശാചിനറിയാം. സ്തോത്രം. കണ്ടോ, ഇത് നിസാര കേസല്ലിത്. സ്തോത്രം. നിസാര കളിയല്ലിത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ, നമ്മൾ തോറ്റു കൊടുക്കുകയല്ല. ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കേണ്ട വിടുതൽ നടന്നിരിക്കും. ഈ വീട്ടിനകത്ത് നടക്കേണ്ട വിടുതൽ നടന്നിരിക്കും മോളെ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ ഇവിടെ അയച്ചതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ദൈവത്തിനൊരു പദ്ധതി. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഹാബ് രാജാവിന് പോകാൻ ഒരു കൊട്ടാരമുണ്ട്. ശ്രദ്ധിക്കണേ. ശൗലിന് പോകാൻ ഒരു കൊട്ടാരമുണ്ട്. എന്നാൽ ദാവീദിന് പോകാൻ ഒരു കൊട്ടാരമില്ല. അവൻ വനാന്തരങ്ങളിൽ ഗഹ്വരങ്ങളിലേക്ക് പോകുകയാ. ഏലിയാവിന് പോകാൻ ഒരു കൊട്ടാരമില്ല. അവൻ കർമ്മേൽ മലയുടെ മുകളിലേക്ക് പോകുകയാ. എന്തിനാ മോളെ പോയെന്നറിയാമോ? കർമ്മേൽ മലയുടെ മുകളിൽ ഏലിയാവ് മുഴങ്കാലിലിരുന്ന ഏലിയാവിന്റെ മുമ്പിൽ ബാലിന്റെയും അശേരയുടെയും കള്ളപ്രവാചകന്മാരെ അരിഞ്ഞു വീഴ്ത്താനുള്ള നിയോഗമാണ്. കാട്ടിലോട്ട് പോയ ദാവീദിന്റെ അധരങ്ങളിൽ നിന്ന 150 സങ്കീർത്തനങ്ങൾ അധികവും പുറത്ത്. ഏകാന്തതയിൽ ദൈവമക്കൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? അപ്പോഴൊക്കെ വിടുതൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ പല പാട്ടിന്റെ പശ്ചാത്തലം നിങ്ങൾ നോക്കണം. എൻ്റെ മോൻ ഒരു പാട്ട് എഴുതി പാസ്റ്റർ. അവൻ്റെ അമ്മ 4 ബ്ലോക്കോടുകൂടെ മേജർ അറ്റാക്കായിട്ട് രാജഗിരി, എറണാകുളം, ആലുവ ഹോസ്പിറ്റലിൽ കിടക്കുന്നെന്ന് വാർത്ത അറിഞ്ഞപ്പോൾ ഇന്ത്യ ബൈബിൾ കോളേജിൽ നിന്ന് അവൻ ബസ് കയറി കരഞ്ഞുകൊണ്ട് വന്ന് രാത്രിയിൽ ഐസിയുവിൻ്റെ വാതിക്കൽ ഇരിക്കുമ്പോൾ അവൻ്റെ അധരങ്ങളിൽ ഒരു പാട്ട് കൊടുത്തു. പാസ്റ്റർ എബി എബ്രഹാമിൻ്റെ മകൻ ടോം സി എബ്രഹാം ആ പാട്ട് ട്യൂൺ ചെയ്തു, കാസറ്റ് ഇറക്കി. ഇന്നത് പവർ വിഷനിൽ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പാട്ടറിയത്തില്ല, ഞാൻ പാടുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഏത് പാട്ടിന്റെയും പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്. കുഞ്ഞെ, ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. നീ ഏകാന്തതയിലൂടെയാണ് പോകുന്നതെങ്കിൽ, നീ വനാന്തരങ്ങളിലൂടെ, നീ ഏകനായി, ഹല്ലേലൂയ, ഗുഹകളിലാണ് നീ വാസം ചെയ്യുന്നതെങ്കിൽ, കർമ്മേൽ മലയുടെ മുകളിലാണ് നീ കിടക്കുന്നതെങ്കിൽ, അസാധാരണമായ ഒരു ദൈവകൃപ, അസാധാരണമായ ഒരു അഭിഷേകം, അസാധാരണമായ ഒരു ശുശ്രൂഷ ദൈവം നിന്നിലൂടെ ചെയ്തെടുപ്പിക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പറയുക. ഹല്ലേലൂയ. യേശു പ്രാർത്ഥിക്കുവാൻ ഒലിവുമലയിലേക്ക്, അവിടെ ഒരു പദമുണ്ട്. പതിവ് പോലെ. എന്താ നിങ്ങളുടെ യോഗ എപ്പോഴാണ് നിർത്തുന്നത്? ക്ലോസ് ചെയ്യാറായി. 7 പതിവ് പോലെ. ദാനിയേൽ നിങ്ങൾക്കറിയാം 6:10. മുൻപേ ചെയ്തു വന്നിരുന്നത് ജീവിതത്തിൽ മറ്റെന്ത് മാറ്റിവെച്ചാലും പ്രാർത്ഥന എന്ത് ചെയ്യും? ഉള്ള ഗുണം ഞാൻ പറയും. ആ പ്രാർത്ഥനയിലാണ് ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങൾ കൈമാറുന്നത്. ദൈവം തൻ്റെ ഹിതം നമുക്ക് കൈമാറുന്നത് ആ പ്രാർത്ഥനയിൽ. ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അട്ടപ്പാടിയിൽ 17ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് പോയ ആളാണ്. ബെഞ്ചമിച്ചാന് കുടിമല. അവിടുന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടിയത് അതിനേക്കാൾ സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഹൈറ്റാണ്. വടക്കഞ്ചേരി കവലയിൽ നിന്നാൽ ഞാൻ താമസിച്ച വീട് പാലക്കാട് വടക്കര. ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഡാം പണി 4 സൈഡിൽ വൻ മല, ഉയരം. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ സമയം ഞാൻ ചെന്ന് താമസിച്ച വീടിന്റെ മേളിലും ഒരു വീടുണ്ട്. മക്കളൊക്കെ വലിയ അവിടെ ഈ പുല്ല് വെട്ടിയാണ് മേഞ്ഞ പെരയുണ്ട്. കറുകപ്പ് ഒരാൾ പൊക്കത്തിലാണ് സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന അങ്ങോട്ട് ആരംഭിച്ചതേ ഉള്ളൂ. എൻ്റെ ഭാര്യ പറഞ്ഞു,
ഇപ്പം മേളത്തെ വീട്ടിൽ പോകും. നേരെ മേളോട്ട് ഓടിക്കേറിയാൽ 2 മിനിറ്റ് എടുക്കും. ചുറ്റും വഴിയിലൂടെ ഓടിക്കേറിയാൽ 5 മിനിറ്റ് എടുക്കും. വന്ന ആഴ്ചയാണ്. അവിടെ ഒരു കള്ളുകൂടിയനാണ് താമസിക്കുന്നത്. എനിക്ക് ഒരു ഭാര്യ ഒരു മോനും ഉള്ളത്. വൈകിട്ട് സന്ധ്യയാകുമ്പോൾ എപ്പോഴും ഇടിയും ബഹളവും കേൾക്കും. പറഞ്ഞു ഞാനില്ല. എനിക്കറിയത് ഇന്നും അന്നും പോലെ പേടിയുണ്ട്. താനും രാത്രി സന്ധ്യമയ കൂരാക്കൂരിട്ട് വനമാണ്. രാത്രിയിൽ പന്നിയും കേഴയൊക്കെ ശബ്ദം. ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ പോകും. പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ പോകും. പറഞ്ഞു തീർന്നതല്ല, കഥ തുറന്നിട്ട് നോക്കുമ്പോൾ ഒറ്റ ഓട്ടമാണ്. ഞാനും പുറകെ ഓടി കാട്ടിൽ ഓടിച്ചെന്നിട്ട് കണ്ട കാഴ്ച, ആ വീട്ടിലെ സ്ത്രീയുടെ കവളിൽ ഉരുട്ടാൻ ദൈവം വെളിപ്പാട് കൊടുത്തതാ. അദ്ദേഹം വാ കഴിച്ചു. രാത്രി വെളുക്കോളം ശേഷം പറഞ്ഞു, കൃപയാൽ അവരെ 2 പേരെയും മകനെയും സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പാലക്കുഴി മലയിൽ 10 പേർ സ്നാനപ്പെട്ട ബാച്ചിലുള്ളതാണ്. ട്രിപ്പിൽ 10 പേർ മലയിളകി. സ്തോത്രം. ജോൺ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പപ്പയ്ക്കറിയാം. എൻ്റെ ആത്മീയ മകനാണ്. ആ ബാച്ച് സ്നാനപ്പെട്ടതാണ്. നിലമ്പൂർ സെൻട്രൽ കർത്താവിൻ്റെ വേല ചെയ്യും. ഒത്തിരി പാസ്റ്റർമാരെ കിട്ടി ആ കാലഘട്ടം. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയാമോ? ഈ ഇംഗ്ലണ്ടിൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ആത്മഹത്യക്ക് വേണ്ടി പോകുന്നവരുണ്ട്, തീയിലേക്ക് പോകുന്നവരുണ്ട്. അവരെ വലിച്ചെടുക്കാൻ, അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ, അവരെ നിത്യനരകത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ നിന്നെ ഒരു ഉപകരണമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. കുഞ്ഞെ, പ്രാർത്ഥനാ മുറിയിലാണ് ദൈവം തന്റെ ഹിതം കൈമാറുന്നത്, ദൈവം തന്റെ ഇഷ്ടം കൈമാറുന്നത്. ഇന്ന് രാത്രി അതിന് ആഗ്രഹമുണ്ടോ? ദൈവമേ, നിന്റെ ഹൃദയം, നിന്റെ ഇഷ്ടം എന്നെ അറിയിക്കണേ എന്ന് പറയാം. വചനം പറയുന്നു, തൻ്റെ ഭക്തന്മാരോട് അറിയിക്കാതെ അവനൊന്നും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. എനിക്കറിയാം ഇന്ന് രാത്രി നമ്മുടെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ടല്ല, ആത്മീയ ദൃഷ്ടി പ്രകാശിച്ചവർക്കറിയാം ഇന്ന് രാത്രി ഒരു വലിയ വിടുതൽ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഒരു വലിയ വിടുതൽ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. എല്ലാ ദൈവമക്കളും അല്പനേരം സ്തോത്രം ചെയ്താട്ടെ. 1-2 മിനിറ്റുകൾ. ഇതൊരു ചടങ്ങ് പ്രാർത്ഥനയല്ല, ഇതൊരു ചടങ്ങ് പ്രാർത്ഥനയല്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ ദേശത്തിനൊരു വിടുതൽ ആവശ്യമാണ്, ഈ രാജ്യത്തിനൊരു വിടുതൽ ആവശ്യമാണ്, ഈ സഭയ്ക്കൊരു വിടുതൽ ആവശ്യമാണ്, ദൈവദാസനും കുടുംബത്തിനൊരു വിടുതൽ ആവശ്യമാണ്. ആമേൻ. ദൈവമക്കൾക്കൊരു വിടുതൽ ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ വിടുതലിന്റെ കരം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്, അവന്റെ പക്കൽ വിടുതലുണ്ട്. പ്രിയരെ, രാത്രി അല്പസമയങ്ങൾ അതരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. ദൈവദാസനെ കഴിഞ്ഞ പകലും ഇന്ന് രാത്രിയിലും ദൈവം എന്നോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ കുടുംബത്തോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ദൂത് എന്നോടുള്ള ദൂതായിരുന്നു. ഞാൻ ആ വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസനെ സമർപ്പിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ, ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, അവരുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, ഉയരപ്പെട്ട കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാണോ ദൈവാത്മാവ് അവരോട് ഇടപെട്ടത്, ആ വിഷയത്തിന് മേൽ ഇന്ന് രാത്രിയിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ഒരു വിടുതൽ സംഭവിക്കട്ടെ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം എന്തു തന്നെയായിരുന്നാലും, അത് ആത്മീകമായിരുന്നാലും ഭൗതികമായിരുന്നാലും, അത് ശാരീരിക മേഖലയോ മാനസിക മേഖലയോ, അവൻ ഏത് തലത്തിലാണെങ്കിലും ഇന്ന് രാത്രിയിൽ ആമേ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകിയ നസറേയനായ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഇപ്പോൾ തന്നെ ഒരു വിടുതൽ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ. വരുന്ന ദിവസങ്ങളിൽ അത് സാക്ഷ്യമായി വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.